മാതൃഭൂമി ന്യൂസ് വാർത്ത വാസ്തവം. ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കിലുള്ള പിഴവുകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റു പറഞ്ഞു. ഓഡിറ്റർ ചോദിച്ചതിന് മറുപടി നൽകാനായില്ല. നന്ദഗോവിന്ദൻസിന്റെ പേര് വന്നത് തെറ്റ് തന്നെയെന്നും ദേവസ്വം ബോർഡ് അധ്യക്ഷൻ കെ ജയകുമാർ. വ്യക്തത വരുത്താൻ ദേവസ്വം കമ്മീഷണറുടെ നേതൃത്വത്തിൽ പുതിയ കർമ്മ സമിതി രൂപീകരിച്ചിരിക്കുകയാണ്. 10 ദിവസത്തിനകം വ്യക്തത വരുത്തി ഓഡിറ്ററെ അറിയിക്കുമെന്നും കെ ജയകുമാർ കൂട്ടിച്ചേർക്കുന്നു. സാധാരണ ഒരു ഓഡിറ്റ് പ്രക്രിയ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഓഡിറ്റർക്ക് തോന്നുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട പോരായ്മകൾ, ന്യൂനതകളൊക്കെ നമുക്ക് എഴുതി തരും. അതിന് ക്ലയൻറ്റ് മറുപടി കൊടുക്കും. ചില മറുപടികൾ ഓഡിറ്റർ അക്സെപ്റ്റ് ചെയ്യും, ചിലത് അക്സെപ്റ്റ് ചെയ്യില്ല. അക്സെപ്റ്റ് ചെയ്യാത്തത് മേജർ ഒബ്ജക്ഷൻസ് ആയിട്ട് അവിടെ കിടക്കും. എന്നാൽ ഇത്തരത്തിലുള്ളൊരു പ്രക്രിയ ഇവിടെ നടന്നില്ല. നടക്കാത്തത് ഓഡിറ്ററുടെ കുഴപ്പമല്ല, ഞങ്ങളുടെ തന്നെ കുഴപ്പമാണ്. കാരണം ഓഡിറ്റർ പല കുറികളും ചോദിച്ചെങ്കിലും സമയത്തിന് ഇവിടുന്ന് മറുപടി കൊടുക്കുകയോ ഓഡിറ്ററുമായിട്ട് വേണ്ടത്ര ആശയവിനിമയം നടക്കാതെയോ വന്നതുകൊണ്ടാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇപ്പോൾ പ്രതികൂലമെന്ന് തോന്നുന്ന ഒരുപാട് പരാമർശങ്ങൾ കടന്നുകൂടാൻ കാരണം. സമയത്തിന് റെക്ടിഫിക്കേഷൻ നടക്കാത്തത് കൊണ്ടാണ്. അത് ഓഡിറ്ററുടെ കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല. ഓഡിറ്ററുടെ ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി കൊടുക്കാത്തതിൻ്റെ കുഴപ്പം. പല നടപടികളും എടുക്കേണ്ടത് ബോർഡിനുള്ളിൽ തന്നെയാണ്. ഈ റെക്ടിഫിക്കേഷൻ എന്ന് ഞാൻ പറഞ്ഞതിന് പല അർത്ഥങ്ങളുണ്ട്, പല നടപടികളുണ്ട്. വാട്ട് ഈസ് ദിസ് റെക്ടിഫിക്കേഷൻ? ഉദാഹരണത്തിന് പല കാര്യങ്ങളും ഫിസിക്കലായിട്ട് വെരിഫൈ ചെയ്യണം, ബില്ലുകൾ വെരിഫൈ ചെയ്യണം. അതുപോലെ ചില എമൗണ്ട്സ് റെക്കൺസിലിയേഷൻ നടത്താനുണ്ട്, വെരിഫിക്കേഷൻ നടത്താനുണ്ട്. ഞങ്ങളുടെ ബോർഡിൻ്റെ സ്റ്റോക്ക് രജിസ്റ്ററിലേക്ക് പല അസറ്റ് രജിസ്റ്ററിൽ എഴുതി അത് വാലിഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള നടപടികളൊന്നും നടന്നിട്ടില്ല. അഥവാ നടന്നിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഓഡിറ്റ് റിപ്പോർട്ടിലെ പല പരാമർശങ്ങളും ഇനി ഞങ്ങൾ വിശദമായിട്ടുള്ള മറുപടി കൊടുക്കുമ്പോൾ പലതും മാറിപ്പോകും. അതാണ് ഈ റിപ്പോർട്ടുകളുടെ പരാമർശങ്ങൾക്ക് കാരണം. ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള സമയോചിതമായിട്ട് കാര്യങ്ങൾ മറുപടി കൊടുക്കാത്തത് കൊണ്ടുണ്ടായ വീഴ്ചയാണ്. അപ്പോൾ ഈ റെക്ടിഫിക്കേഷൻ അടിയന്തരമായി നടത്തണമെന്നാണ് ഇന്ന് ബോർഡ് തീരുമാനിച്ചത്. ഓഡിറ്റ് റിപ്പോർട്ടിലെ കള്ളക്കണക്കുകൾ അത് ലോകത്തെ അറിയിച്ചത് മാതൃഭൂമി ന്യൂസാണ്. പ്രശാന്ത് കൃഷ്ണയും ആർ അനന്തകൃഷ്ണനുമാണ്. അന്ന് ക്യാപ്സ്യൂളുകൾ പലവധി നമ്മൾ കേട്ടു. പക്ഷേ അതിനെല്ലാം ഇപ്പോൾ മറുപടി ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷൻ തന്നെ നൽകുകയാണ്. പ്രശാന്ത്, തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ തെറ്റ് പറ്റിയത് ദേവസ്വം ബോർഡിനാണെന്ന സ്ഥിരീകരണം, കുറ്റസമ്മതമാണ് ഇപ്പോൾ ജയകുമാർ നടത്തിയത്. പ്രശാന്ത്, ആര്യ, ഓഡിറ്റ് റിപ്പോർട്ട് മാതൃഭൂമി ന്യൂസാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചതിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഈ ഓഡിറ്റ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഹൈക്കോടതിയിൽ നൽകിയതിന്റെ അടിസ്ഥാനത്തിലുള്ള കണ്ടെത്തലുകളാണ് മാതൃഭൂമി ന്യൂസ് നൽകിയത്. പക്ഷേ അത് തെറ്റാണെന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു സർക്കാരും പാർട്ടിയും ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടവരും. പക്ഷേ ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ വിശദീകരിക്കുകയായിരുന്നു. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. പക്ഷേ ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ അതിനാവശ്യമായ മറുപടികൾ നൽകാൻ, ക്ലാരിഫിക്കേഷൻ നൽകാൻ, വ്യക്തതകൾ വരുത്താൻ ബോർഡിന് കഴിഞ്ഞില്ല. അതായത് ബോർഡ് ഓഡിറ്റർ ചോദിച്ച പല വിഷയങ്ങൾക്കും മറുപടി നൽകാത്തത് കൊണ്ടാണ് ആ രീതിയിലുള്ള കണക്കുകൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ വന്നത്. അതാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതായത് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ രേഖകളായി, വിവരങ്ങളായി ഹൈക്കോടതിക്ക് മുന്നിലെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാതൃഭൂമി ന്യൂസ് നൽകിയ വാർത്തകളെല്ലാം തന്നെ ശരിയായിരുന്നു. പക്ഷേ അതിൽ പല കാര്യങ്ങളിലും വ്യക്തത വേണ്ടതുണ്ടായിരുന്നു. ഓഡിറ്റർ പലതവണ ദേവസ്വം ബോർഡിനോട് ഇക്കാര്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ അതൊന്നും ചോദിക്കാൻ, അല്ലെ അതൊന്നും വ്യക്തത വരുത്താനോ അതിൽ ഒരു കൃത്യമായ ക്രോസ് ചെക്ക് നടത്താനോ ദേവസ്വം ബോർഡിന് കഴിഞ്ഞില്ല. അല്ലാതെ സമർപ്പിച്ച റിപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ ദേവസ്വം ബോർഡ് യോഗം ഒരു സുപ്രധാന തീരുമാനമെടുത്തിരിക്കുന്നത്. ഒരു ദൗത്യ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. അടുത്ത 10 ദിവസത്തിനുള്ളിൽ ദേവസ്വം കമ്മീഷണറുടെ നേതൃത്വത്തിൽ അക്കൗണ്ട്സ് ഓഫീസറും ചീഫ് എഞ്ചിനീയറും ഇരുന്ന് ഈ കണക്ക് ഓഡിറ്റർ ചോദിച്ച വിഷയങ്ങളിലെല്ലാം തന്നെ വ്യക്തത വരുത്തി ഒരു പുതിയതായി സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ പോവുകയാണ്. അതായത് നന്ദഗോവിന്ദ് ഭജൻസിന്റെ പേരെങ്ങനെ അതിൽ ഉൾപ്പെട്ടത് അടക്കമുള്ള കാര്യങ്ങൾ, 4000-ലധികം പേർ അയ്യപ്പ സംഗമത്തിന് രാത്രി ഭക്ഷണം കഴിച്ചത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിൽ തിരുത്തടക്കം വരുത്തി എന്താണ് സംഭവിച്ചത് അതടക്കം വരുത്തി ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒരു പുതുക്കൽ വരുത്തേണ്ടി വരുന്നു എന്നതാണ്. അപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വാർത്ത നൽകിയതല്ല തെറ്റ്. ഓഡിറ്റ് റിപ്പോർട്ടിൽ ഒരു ക്ലാരിറ്റി വേണ്ടതുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത ഓഡിറ്റർ ചോദിച്ചിരുന്നു. അപ്പോൾ ഓഡിറ്റർക്ക് മുൻപാകെ ലഭിച്ചിരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സമർപ്പിച്ചു.
45 ദിവസത്തിനകം, അതായത് ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞ് 45 ദിവസത്തിനകം വരവ് ചെലവ് കണക്കുകളുടെ കൃത്യമായ രേഖ ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞതാണ്. അതുണ്ടായില്ല. ഇത്രയും കാലതാമസം കോടതി അലക്ഷ്യമാകും എന്നറിഞ്ഞ സമയത്താണ് അവസാനം പോയി ഒരു രേഖ കൊടുത്തത്. അതിലാണ് ഈ കണക്കുകളിലെ പൊരുത്തക്കേട്. അനന്തൻ, ചെലവും എസ്റ്റിമേറ്റും തമ്മിലുള്ള വ്യത്യാസം മാതൃഭൂമിയിലെ മാധ്യമ പ്രവർത്തകർക്ക് അറിയില്ലേ എന്നുള്ളതായിരുന്നു ക്യാപ്സ്യൂളുകൾ. അതറിയാം, അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് വാർത്ത നൽകിയതെന്നും എവിടെയാണ് പിശക് പറ്റിയതെന്നും കെ ജയകുമാർ വ്യക്തമാക്കുന്നു. ആര്യ, എസ്റ്റിമേറ്റും ചെലവും വ്യത്യാസവും ഉള്ള ഓഡിറ്റ് റിപ്പോർട്ടാണ് നമ്മൾ വാർത്തയാക്കിയത് എന്ന് പറഞ്ഞപ്പോഴാണ് അത് അതിൽ പരിഹസിച്ചുകൊണ്ട് എസ്റ്റിമേറ്റും ചെലവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്കെതിരെ പ്രചരണം നടത്തിയത്. ഏതായാലും നമ്മൾ വാർത്ത നൽകിയത്, മാതൃഭൂമി ന്യൂസ് വാർത്ത നൽകിയത് കൃത്യമായി ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് മുന്നിൽ വിജയൻ അസോസിയേറ്റ്സ് ഓഡിറ്റ് ചെയ്ത് സമർപ്പിച്ച ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ സമർപ്പിച്ച ആ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ പകർപ്പിലെ വിശദാംശങ്ങളാണ്. അത് ആ ഓഡിറ്റ് റിപ്പോർട്ട് ശരിയാണ്, ആ ഓഡിറ്റ് റിപ്പോർട്ട് വ്യാജമല്ല, അത് കൃത്യമാണ് എന്ന് ശരിവെക്കുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഇപ്പോൾ നടത്തിയ വാർത്താ സമ്മേളനത്തിലൂടെ. ആ ഓഡിറ്റർക്കോ ഓഡിറ്റ് റിപ്പോർട്ടിനോ ഒരു പ്രശ്നവുമില്ല. ആ ഓഡിറ്റ് നടത്തിയപ്പോൾ അന്വേഷിച്ച ചില കാര്യങ്ങൾക്ക് മറുപടി നൽകാതെ മുഴുവൻ പിഴവും വരുത്തിയത് ദേവസ്വം ബോർഡാണ് എന്ന് സമ്മതിക്കുകയാണ് കെ ജയകുമാർ. അപ്പോൾ മാതൃഭൂമി ന്യൂസിൻ്റെയും മാതൃഭൂമിയുടെയും വാർത്ത വാസ്തവം തന്നെയാണ് എന്ന് വ്യക്തമാവുകയാണ്. അതിൽ നമുക്കും ഒരാശങ്കയുമില്ലായിരുന്നു. ആശങ്ക ഉണ്ടായിരുന്നത് നമുക്കെതിരെ പ്രചരണം നടത്തിയവർക്കാണ്. അവർക്ക് കൃത്യമായി ഇതിൽ എന്താണ് വസ്തുത, ഒരുപക്ഷെ അവരെ തെറ്റിദ്ധരിപ്പിച്ചത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ആകാനാണ് സാധ്യതയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടുകൂടിയാണ് വർദ്ധിത വീര്യത്തോടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ കണക്കുകളും പൊക്കി പിടിച്ചുകൊണ്ട് ഈ നമുക്കെതിരെ പ്രചരണം നടത്തിയവർ രംഗത്തെത്തിയത്. ഏതായാലും സംശയം കൂടിയുണ്ട് അനന്തൻ. ഇതിലിപ്പോൾ 7 കോടിയാണ് നൽകിയിരിക്കുന്ന ചെലവായ തുകയെന്ന് IIIC പറയുന്നത്. 4.99 കോടി മറ്റോ ആണെന്ന് തോന്നുന്നു ദേവസ്വം വകുപ്പ്. ബാക്കിയുള്ളത് കുറയ്ക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഞങ്ങൾ ഇത്രയേ നൽകുന്നുള്ളൂ എന്ന് ദേവസ്വം ബോർഡ് പറയുന്നു. ബാക്കിയുള്ള തുക ആരാ നൽകുന്നത്? തീർച്ചയായിട്ടും അതിന് ഒരു ചോദ്യം കെ ജയകുമാറിന്റെ മുൻപിൽ വന്നപ്പോൾ അദ്ദേഹം അത് ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ടാകും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. ആ ചോദ്യം ഇങ്ങനെയായിരുന്നു, അപ്പോൾ പെരുപ്പിച്ച കണക്കാണോ ഊരാളുങ്കലിന്റെ കീഴിലുള്ള IIIC സമർപ്പിച്ചത് എന്നുള്ളതായിരുന്നു. അതിപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. അപ്പോൾ അതിനി ഊരാളുങ്കലിന്റെ കീഴിലുള്ള IIIC ആണ്. ബാക്കി ഇപ്പോൾ ദേവസ്വം ബോർഡ് നിജപ്പെടുത്തിയിരിക്കുന്ന 4.9 കോടി എന്ന് പറയുന്ന ചിലവ്, അതിനപ്പുറമുള്ള തുക എങ്ങനെ വന്നു എന്നുള്ളത് ഊരാളുങ്കലിന്റെ കീഴിലുള്ള IIIC ആണ് ഇനി മറുപടി നൽകേണ്ടത്. ഏതായാലും ഓഡിറ്റർ കൃഷ്ണനും പ്രശാന്ത് കൃഷ്ണയുമാണ് വിവരങ്ങൾ നൽകിയത്. വാർത്ത വാസ്തവമാണ്. ഇനി ഈ തട്ടിപ്പും വെട്ടിപ്പും കണക്കുകളിലെ അവ്യക്തതയിലും ക്ലാരിറ്റി വരുത്തേണ്ടത് ഊരാളുങ്കലും IIICയും ദേവസ്വം ബോർഡുമാണ്.